എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാനിന്നൊരു അടിപൊളി കോവയ്ക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളി പീരയാണ് കൂട്ടുകാർ കാണിക്കുന്നത്. പോകാവുന്ന വീഡിയോയിലേക്ക് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണട്ടെ കൂട്ടുകാർ. അതിനായിട്ട് ഞാനിവിടെ ഒരു 10-12 ചെറിയ ഉള്ളി, ഒരു 5-6 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത്ര ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോവയ്ക്ക് ഞാനിവിടെ നീളത്തിലൊന്ന് തീരെ കനം കുറച്ചല്ല, ഒരുവിധം കനത്തിൽ ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഉള്ളിയെല്ലാം നമ്മൾ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ആ പച്ചമുളക് നമ്മൾ നീളത്തിലൊന്ന് നടുവ് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മൺചട്ടി എടുത്തു, അതിലേക്ക് നമ്മൾ ഈ കോവയ്ക്കയും അരിഞ്ഞെടുത്ത ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു അരമുറി തേങ്ങ ചിരിവേതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് കുടംപുളി എടുത്ത് വെച്ചായിരുന്നല്ലോ, അപ്പോൾ അതും ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി, പിന്നെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് സ്വല്പം മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. പിന്നെ കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. സ്വല്പം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് മിക്സായി വരാനായിട്ട്. ഇത് കൈ വെച്ച് നമുക്ക് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ കൂട്ടുകാരെ. ഇപ്പം ഞാനിത് സ്പൂണും കൊണ്ടാണ് കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്യുന്നത്. ഇനി സ്വല്പം വെളിച്ചെണ്ണ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇനി ഇത് അടച്ചു വെച്ച് നമ്മൾ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ, കാരണം നമ്മൾ അധികം വെള്ളം ഇതിൽ ചേർത്തിട്ടില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വെച്ച് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ അരപ്പും കോവയ്ക്കെല്ലാം നന്നായി വെന്ത് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ സ്വല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കും. കിടിലൻ ടേസ്റ്റാണ് കേട്ടോ കൂട്ടുകാരെ ഇത്. മീൻ പീര തോറ്റു പോകും കേട്ടോ, മീനിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളിത്. അതുമല്ല ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കോവയ്ക്കയാണ് കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും കോവയ്ക്ക ഇട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.